ഞാൻ നീലിമ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പായസമായിട്ടാണ്. ചെറുപയർ പരിപ്പ് പായസം അല്ലെങ്കിൽ പരിപ്പ് പ്രഥമൻ എന്നും നമ്മൾ പറയാറുണ്ട്. നമ്മുടെ കേരളത്തിലെ സദ്യയിലൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു പായസമാണിത്. അപ്പോൾ വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാനായിട്ട്, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. ഞാനിവിടെ ചെറുപയർ പരിപ്പ് 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാംസ് ഉണ്ടാവും ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം, എന്നിട്ട് മാറ്റി വയ്ക്കുക. അതേപോലെ ഞാനിവിടെ 5.5 അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു 6 അച്ച് ശർക്കര ഉരുക്കി വയ്ക്കുക, എന്നിട്ട് ആവശ്യമനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ശർക്കര 1 ഗ്ലാസ് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ എത്ര പരിപ്പ് എടുക്കുന്നു അതിൻ്റെ 3 ഇരട്ടി ശർക്കര എടുക്കണം എന്നാണ് നമ്മൾ പറയുക. അതായത് 200 ഗ്രാംസ് പരിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ 600 ഗ്രാംസ് ശർക്കര എടുക്കണം. ഞാൻ ഇവിടെ 1.5 തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്, അതായത് 3 മുറി തേങ്ങ. ആ തേങ്ങയുടെ 1-ാം പാല് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് 2-ാം പാലും എടുത്ത് വെക്കാം, എന്നിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പരന്ന പാത്രം എടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കഴുകണം, അതിൽ നല്ല അഴുക്കൊക്കെ ഉണ്ടാവും. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ നമുക്ക് നെയ്യൊന്നും ചേർക്കണ്ട, ആ വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഡ്രൈ ആവട്ടെ. ഇപ്പോൾ വെള്ളത്തിൻ്റെ അംശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതായത് നന്നായിട്ട് നമുക്കിത് വറുത്തെടുക്കണം ഈ ചെറുപയർ പരിപ്പ്. ഇപ്പോൾ പരിപ്പൊക്കെ നന്നായിട്ട് വറുത്ത് കിട്ടിയിട്ടുണ്ട്, അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. കരിയാതെയൊക്കെ നോക്കണം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഏതിലാണോ നമ്മൾ പരിപ്പെടുത്തത് അതിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റി വെള്ളം ചേർക്കേണ്ടത്. അതായത് ഞാനിവിടെ 2 ഗ്ലാസ് പരിപ്പെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. അതാണ് കറക്റ്റ് അളവ് പരിപ്പ് വേവാൻ ആവശ്യമായ വെള്ളം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഫുള്ളായിട്ട് വറ്റിയിട്ടുണ്ട്. പരിപ്പൊക്കെ കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ട്. കൂടുതൽ വെന്ത് ഉടങ്ങിയിട്ടില്ല, അത്യാവശ്യത്തിന് മാത്രം വെന്തിട്ടുള്ളൂ. ഈ ഒരു പാകത്തിനായിരിക്കണം നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ പരിപ്പ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഉരുക്കിയ ശർക്കര ചേർക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. വല്ല കരടൊക്കെ ഉണ്ടാവും, അത് പോവാനായിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ശർക്കര മൊത്തം ഈ പരിപ്പിലൊക്കെ പിടിക്കണം, അതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പരിപ്പൊക്കെ ശർക്കരയിൽ കിടന്ന് നന്നായിട്ട് വരട്ടിയെടുക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും അതിന് വേണ്ടിയിട്ട്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ നെയ്യും ശർക്കരയിൽ കിടന്ന് വേണം നമ്മുടെ പരിപ്പ് നന്നായിട്ട് വരട്ടിയെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ചേർത്തിരിക്കുന്ന ശർക്കരയുടെ ഒരു 1/2 ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. നന്നായിട്ട് അത്യാവശ്യം വരട്ടി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന 2-ാം പാലിൻ്റെ പകുതി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് തിളച്ചതിന് ശേഷം അടുത്ത പകുതിയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പകുതി തേങ്ങാപ്പാലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് കുറുകി വരണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത്യാവശ്യം കുറുകി ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ പായസം അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുറുക്കാൻ നിൽക്കണ്ട, കാരണം പരിപ്പ് പായസം പുറത്ത് വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല കട്ടിയായി വരും. അതേപോലെ 1-ാം പാലും കൂടെ നമുക്കിനി ചേർക്കാനുള്ളതാണ്. ഇപ്പോൾ നന്നായിട്ട് കുറുകി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1-ാം പാല് ചേർത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കണ്ട, ഓഫ് ചെയ്യുക. ആ ഒരു നേരിയ ചൂടിൽ തന്നെ ഇരുന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം. പായസത്തിൽ ഏലക്കയുടെ ടേസ്റ്റ് എത്ര ഇഷ്ടമാണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മളുടെ പായസം റെഡി ആയിട്ടുണ്ട്.
ഇനി നമുക്ക് വേറൊരു പാത്രം വെച്ച് അത് നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് റേസിൻസ് അല്ലെങ്കിൽ ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് കാഷ്യൂനട്ട്സും ചേർത്ത് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കാഷ്യൂനട്ട്സും റേസിൻസും നമ്മളുടെ ഇഷ്ടാനുസരണം എത്ര വേണമെങ്കിലും നമുക്ക് ചേർക്കാം. ഇനി നമുക്കത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ളൊരു പായസമാണിത്. എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്